എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പവും ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാണ്ട് പോവില്ല. അത്രയും ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് 3 കപ്പ് മൈദയാണ് എടുത്തിന്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 3 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പാല് ചേർത്തിട്ട് ഇത് കുഴച്ചെടുത്താലും മതി. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം 1 കപ്പ് ഒഴിച്ച് കൊടുക്കുക, പിന്നീട് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്കിതിലേക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പം വീണ്ടും ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. വീണ്ടും ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ കുറച്ചും കൂടെ ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കുഴച്ച് നമ്മളെ കയ്യിൽ നല്ലതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആയിരിക്കണം, എന്നാലാണ് നമുക്ക് നല്ല ബന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, ബട്ടറും കൂടെ ചേർത്തിട്ട്. പിന്നെ അൺസാൾട്ടഡ് ബട്ടറുമാണ് കേട്ടോ ഞാൻ ചേർത്തിന്. അപ്പോൾ അത് തന്നെ ചേർക്കുക, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റിലാണ് കേട്ടോ ഈ ഒരു മാവ് വേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് മാറ്റി വെക്കാം. നല്ല ചൂടൊക്കെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1-1.5 മണിക്കൂർ കൊണ്ട് പൊങ്ങിക്കിട്ടും. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 2-2.5 മണിക്കൂറൊക്കെ ആവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത 1 കിലോ ബോൺലെസ് ചിക്കനാണ് അത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടി, അല്പം ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. സോയാ സോസ് ഇതിൽ അധികം ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അടുപ്പ് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് ഒരു ഫ്രൈ രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നന്നായിട്ടൊന്ന് വെന്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഫ്രൈ രൂപത്തിൽ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ ചിക്കനിലേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളറായി നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇനി ഈ ഒരു വെള്ളത്തിൽ കിടന്ന് ചിക്കൻ വെന്ത് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതിലിറങ്ങി വന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ഫ്രൈ രൂപത്തിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ, ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരുപാടങ്ങ് മിക്സ് ചെയ്ത് ആ ഒരു വെജിറ്റബിൾസ് ഒന്നും നന്നായിട്ടങ്ങ് വെന്ത് പോകരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ചില്ലി സോസോ അല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസോ അങ്ങനെ ഏതെങ്കിലും സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം സ്വീറ്റ് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം സാദാ സോയാ സോസും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഹണിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ചെറിയൊരു മധുരമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്.
അപ്പോൾ സ്വീറ്റ് സോയാ സോസ് ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതില്ലെങ്കിൽ സാദാ സോയാ സോസ് 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂണോളം ഹണിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഹണി ഇല്ലെങ്കിൽ കുറച്ച് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ മാവ് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. 2.5 മണിക്കൂർ എടുത്തിന് കേട്ടോ ഈ ഒരു മാവ് പൊങ്ങി കിട്ടാൻ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ മാവ് പൊങ്ങാനായിട്ട് നല്ല ടൈം എടുത്തിന്. ഇനി ചെറുതായിട്ടൊന്ന് മാവ് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഒരുപാട് അങ്ങ് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മാവ് കുഴച്ചതിന് ശേഷം കയ്യിലേക്ക് അല്പം മൈദപ്പൊടിയാക്കി കൊടുക്കുക ഒട്ടിപ്പിടിക്കുന്നതിന്. ഈ ഒരു ലൂസിൽ ഉണ്ടാവും കേട്ടോ, ഇതുപോലെയാണ് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ചപ്പാത്തിക്ക് മാവ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ മാവ് എടുത്തിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ബന്നിൻ്റെ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിൽ തന്നെ എടുക്കുക. എന്നാലാണ് നമ്മൾ ഉള്ളിലെല്ലാം ഫില്ലിങ് വെക്കുമ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫില്ലിങ് പുറത്ത് വരാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാവ് മുഴുവനും നമുക്കിതുപോലെ തന്നെ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ഇതാ എല്ലാം ഞാനിതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ആദ്യം നമ്മൾ ഉരുട്ടി വെച്ചത് ആദ്യം എടുക്കുക. എന്നിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ച് പരത്തുമ്പം തന്നെ ഇതുപോലെ പരന്ന് കിട്ടിക്കോളും. നല്ല സോഫ്റ്റ് ഡോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്കോല് വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഫില്ലിങ് വെച്ചതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫില്ലിങ് പുറത്തേക്ക് വരും. അതുകൊണ്ട് ഇതുപോലെ ഇതിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടും ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടി കഴിഞ്ഞിട്ടും ആ ഒരു ഒട്ടിച്ച ഭാഗം നമ്മളൊന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും കയ്യിലിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഒന്നെങ്കിൽ കവർ ചെയ്തിട്ട് വെക്കുക, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഉള്ളിലോ ഓവൻ്റെ ഉള്ളിലോ അങ്ങനെ കാറ്റ് കയറാതെ സ്ഥലത്ത് വെക്കുക. അപ്പോൾ ഞാൻ 10 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ നന്നായിട്ട് കുറച്ചിട്ട് ചെറിയ തീയിൽ വേണം ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു 2-3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. നല്ലതുപോലെ ഒട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ ഇതിങ്ങനെ തുറന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ട് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചെറിയ തീയിൽ വെച്ച് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നല്ലൊരു അടിപൊളി ഫ്രൈഡ് ബൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ്ങൊക്കെ വെച്ച അടിപൊളി ബൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുട്ട ഒന്ന് ബീറ്റാക്കിയിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഫില്ലിങ്ങൊക്കെ ഉള്ളിൽ വെച്ച ഫ്രൈഡ് ബൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ബന്നാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാതെ പോവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.